ഹലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ ഗീതും ഗോവിന്ദും കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ പറയുവാണ്, ഞാനിങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിൽ അടുക്കി പെറുക്കുമായിരുന്നു. ഇതിന് മാത്രം നിനക്ക് അടുക്കി പെറുക്കാൻ എന്താ ഉള്ളത്? അതിനെ സത്യം വന്നിട്ട് പറയാം. എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് സത്യ വിളമ്പത്തിൽ എന്തോ പ്ലാൻ ഉണ്ടല്ലോ. ഒരു കള്ളത്തനം നിൻ്റെ കണ്ണിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ചോദിക്കുകയാണ്, കണ്ണിട്ടിന് മനസ്സറിയാനുള്ള കഴിവുണ്ടോ? ആ, കുറേയൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പം മനസ്സിലിങ്ങനെ ഗീതു പറയണം കേട്ടോ. എന്നിട്ടെന്താ എൻ്റെ മനസ്സിലുള്ള കണ്ണേട്ടൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, നിൻ്റെ മനസ്സിലിപ്പോൾ എന്താ ഉള്ളതെന്ന് ഞാൻ പറയട്ടെ? പറയുന്നത് സത്യമായിരിക്കണം. ഞാൻ നിൻ്റെ മനസ്സ് വായിച്ച് കൃത്യമായിട്ട് പറയാം, അപ്പോൾ നീ നിഷേധിക്കരുത്. എന്നിട്ടിങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗീതുവിൻ്റെ. അപ്പോൾ ഗീതു ഇങ്ങനെ എന്തെങ്കിലും പറയുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നീ ഇപ്പോൾ ചിന്തിക്കുന്നത് കിഷോറിന് എങ്ങനെ പണി കൊടുക്കാമെന്നല്ലേ? അപ്പോൾ ഇത് കേട്ട് ഗീതു, ഓ ഇതായിരുന്നു, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വിദഗ്ധമായിട്ട് മനസ്സിലാക്കി കളഞ്ഞല്ലോ, വല്ലാത്ത സ്ഥിതി തന്നെ. ഇത് കേട്ട് ഗോവിന്ദ് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗീതും ഗോവിന്ദും കൂട്ടി റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഹായ് എന്ന് പറയുന്നത് കണ്ട് ഗീതു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് രഞ്ജുവിനെയാണ് കേട്ടോ. രഞ്ജുവിനോട് ഇപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, ഇവിടെ എത്താൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, ലൊക്കേഷൻ അയച്ചു തന്നപ്പോൾ സ്ഥലം മനസ്സിലായി. ഞാൻ ഈ ഹോട്ടലിൽ നേരത്തെ വന്നിട്ടുണ്ട്. രഞ്ജു ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. അപ്പോൾ രഞ്ജു പറയാണ്, വേണ്ട, ഒരു ഊണമല്ല, ഒരു സൽക്കാരം തന്നെ ഞാനിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഗോവിന്ദേട്ടന് വേണ്ടിയിട്ട്. അതിനു മുമ്പ് ചെറിയ ഏർപ്പാടുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന റോസ് ഗോവിന്ദിന് നേരെ നീട്ടുവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് കേട്ടോ ഗീതു. എന്നിട്ട് ഗോവിന്ദിൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചിട്ട് രഞ്ജു പറയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന്. ഇത് കണ്ട് സഹിക്കാനാവാതെ ഇരിക്കുകയാണ് ഗീതു. എന്നിട്ടിപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ പറയാണ്, ഞാൻ തന്നെ മറന്നിരുന്ന എൻ്റെ ജന്മത്തിന് ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. ഇനി കൃത്യമായിട്ടെല്ലാം ഓർമ്മിപ്പിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് രഞ്ജു പറയാണ് കേട്ടോ. അപ്പോഴേക്കും വെയിറ്റർ വന്നിട്ട് അവർക്ക് സദ്യ വിളമ്പാണ് കേട്ടോ. ഗീതു ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വെയിറ്റർ പോയി കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഗീതുവിൻ്റെ ഗോവിന്ദേട്ടാ കഴിക്കുന്നു പറയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു പറയാണ്, ഞാൻ ഒരു സദ്യ തന്നെ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അവിടെയാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുകയാണേ. അപ്പോൾ ഗീത ദേഷ്യപ്പെട്ട് എണീറ്റിട്ട് ചോദിക്കാൻ, നിനക്കെന്താ ഒരു കോമൺ സെൻസ് ഇല്ലേ? ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭർത്താവും ഊണ് കഴിക്കാനിരിക്കുമ്പോഴാണ് ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട് പോകുന്നത്. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഭർത്താവിനെ ബർത്ത്ഡേ പോലെ ഓർത്തിരിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ എന്ന് രഞ്ജിത്ത് തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ. ആര് പറഞ്ഞു ഓർത്തില്ലെന്ന്? കണ്ണേട്ടൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ വാങ്ങി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് പിറന്നാൾ സദ്യ ഓർഡർ ചെയ്ത് അതിൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്നിട്ട് ആ ഫ്ലവർ അവിടെ? അപ്പോൾ രഞ്ജു പറയണം കേട്ടോ, വെറുതെ പിടിച്ച് നിൽക്കാൻ പറയുന്നതാ ഗോവിന്ദേട്ടാ. എനിക്കങ്ങനെ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബാഗിൽ തപ്പുവാണ് കേട്ടോ ഫ്ലവർ ഗീതു. അപ്പോഴാണ് ഗീതുവിന് മനസ്സിലായത് ബാഗിൽ ഫ്ലവർ ഇല്ലെന്നുള്ള കാര്യം. അപ്പോൾ ഗീതുവിന് ഓർക്കുവാണ് കേട്ടോ ഫ്ലവർ എവിടെ പോയെന്നൊക്കെ. അപ്പോൾ ഗീതുവിന് മനസ്സിലായി ഓഫീസിലാണ് ഫ്ലവർ നഷ്ടപ്പെട്ടതെന്ന്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഗീതു. എന്നിട്ട് ഗീതു പറയാണ്, ഫ്ലവർ കാണുന്നില്ല. അപ്പോൾ രഞ്ജു പറയാണ്, അപ്പോൾ അത് ഫ്ലവർ ആയിരിക്കില്ല, ബട്ടർഫ്ലൈ ആയിരിക്കും, ബാഗിൽ നിന്ന് പറന്നു പോയി കാണും. അപ്പോൾ വെയിറ്റർ വന്നിട്ട് രഞ്ജുവിനോട് പറയണം, മേഡം ഓർഡർ ചെയ്ത ഫുഡ് ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ രഞ്ജു വേഗം തന്നെ ഗോവിന്ദിനെ വിളിച്ചിട്ട്, ഗോവിന്ദേട്ടാ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ സദ്യയോ? അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഇവിടെ ഇനി അവയിലും പപ്പടമൊക്കെ വരാനില്ലേ, അപ്പോഴേക്കും ഞാൻ രഞ്ജു ഓർഡർ ചെയ്ത ഫുഡ് ഒരു വായ കഴിച്ചിട്ട് വേഗം വരാം. ഗീത അപ്പോൾ ദേഷ്യം വന്ന പോലെ കസരയിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രഞ്ജു ഗോവിന്ദിനെയും കൊണ്ട് പോവുകയാണ്. രഞ്ജു ഇങ്ങനെ ഓരോന്നിങ്ങനെ ഗോവിന്ദിൻ്റെ സ്നേഹത്തോടെ വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഗീത തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, തിരിഞ്ഞ് നോക്കുന്നത് മോശമാണല്ലോ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ ബാഗ് ചെയ്ത് ഫോൺ എടുത്തിട്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ക്യാമറയിലൂടെ മര്യാദക്ക് കാണാൻ പറ്റുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗീത ഇങ്ങനെ ചിന്തിക്കുകയാണ്, അന്ന് ഓഫീസിൽ രഞ്ജു വന്ന കാര്യവും ഗോവിന്ദ് ഇങ്ങനെ രഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ മനസ്സിൽ പറയാണ്, ഇവർ ശത്രുക്കളെ പോലെ പരസ്പരം കടിച്ചു കയറുന്നതാണല്ലോ, പിന്നെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് അടുപ്പത്തിലായി. എന്നിട്ട് വീണ്ടും ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യാൻ കേട്ടോ അവരെ രണ്ടുപേരെയും. ശരിക്കും കാണാനും പറ്റുന്നില്ല. അങ്ങനെ വെപ്രാളത്തിലിരിക്കുകയാണ് കേട്ടോ ഗീതു. എന്നിട്ട് പെട്ടെന്ന് അറിയാത്ത പോലെ ബാഗ് താഴത്തേക്ക് ഇട്ടിട്ട് ബാഗ് എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കണം കേട്ടോ അവരെ. ഇതിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഗോവിന്ദ് ഇങ്ങനെ അങ്ങോട്ടേക്ക് വിളമ്പി കൊടുക്കുന്നതും രഞ്ജു ഇങ്ങോട്ടേക്ക് വിളമ്പി കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് സഹിക്കാനാവാതെ കുശുമ്പെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതെന്തായാലും വേറൊരു സൗഹൃദമല്ല. എന്നിട്ട് വേഗം ഗോവിന്ദിനെ നോക്കുമ്പോൾ ഗോവിന്ദ് പറയേണ്ട ഒരു 5 മിനിറ്റ് ഇപ്പോൾ വരാമെന്ന്. അപ്പം ഗീത മനസ്സിൽ പറയാണ്, വരണ്ട, അവിടെ നോക്ക്, ശരിക്കും വിളമ്പി കൊടുക്ക്, ഇതൊക്കെ ഞാൻ കാണിച്ചതിനുള്ള തിരിച്ചടികളാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഗീതു കിഷോറിൻ്റെ കൂടെ പണ്ട്
ഗോവിന്ദൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചതൊക്കെ ആലോചിക്കണം കേട്ടോ. ശരിയാ, അതിൻ്റെ ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അന്ന് കണ്ണേട്ടൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. സ്വന്തം ഭാര്യ കാമുകന് പോയിരുന്നിട്ട് പ്രണയസല്ലാപം നടത്തുന്നു. അതെങ്ങനെ കണ്ടിരിക്കാൻ പറ്റും? ആ ഒരവസ്ഥ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്ന് പിന്നെ കണ്ണേട്ടൻ എന്തിനാ വിഷമിക്കുന്ന? അന്ന് എന്നും ഇയാൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. പക്ഷെ എൻ്റെ അവസ്ഥ അങ്ങനെയാണോ? എന്നെ നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ വയ്യ. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കണ്ണേട്ടൻ എന്താ മനസ്സിലാക്കാത്തേ? ഇങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗീതു. ഇവൾ ശരിക്കും ആരാ? എൻ്റെ മുന്നിൽ വെച്ച് ധൈര്യത്തോട് ഉമ്മ വയ്ക്കണമെങ്കിൽ നിസ്സാരക്കാരിയല്ല. ഭാര്യ എന്ന അവകാശം വെച്ചിട്ട് അവക്കടെ കവളടിച്ച് പൊട്ടിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഗോവിന്ദ് ഇങ്ങനെ രഞ്ജുവിൻ്റെ മുഖത്തെന്തോ പറ്റിയിട്ട് തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഗീത ഇങ്ങനെ പറയണം, അടി കൊടുത്താൽ ഈ മനുഷ്യനെ ആശ്വസിപ്പിച്ചേനെ. എന്നിട്ട് കണ്ണെ നോക്കുമ്പോൾ ഗോവിന്ദ് രഞ്ജുവിനെ വിളിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഗീത പറയുന്നുണ്ട്, കണ്ടിട്ട് എങ്ങോട്ടേ പോകുന്നത്? ഞാൻ ഇവിടെയുള്ള കാര്യം മറന്നോ? ഇതിൻ്റെ ഇടയിൽ കൂടെ വെയിറ്റർ വന്നിട്ട് ഗീതുവിനോട് ചോദിക്കാട്ടോ പരിപ്പൊഴിക്കട്ടെ എന്ന്. അപ്പോൾ ഉള്ള ദേഷ്യം മൊത്തം വെയിറ്ററിനോട് തീർത്തിട്ട് ഗീത ഇറങ്ങി പോവാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ നിന്ന്. റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച, ഗോവിന്ദ് രഞ്ജുവിനെ വേഗം കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിട്ട് ഗോവിന്ദ് ഡ്രൈവർ സീറ്റിൽ കയറി കാർ എടുത്തിട്ട് പോവാണ് കേട്ടോ. ഗീതുവിന് മൈൻഡൊന്നും ചെയ്യാതെയാണ് കേട്ടോ ഗോവിന്ദ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഗീതു കണ്ണേട്ട എന്ന് വിളിച്ചിട്ട് കാറിൻ്റെ പുറകെ ഓടുന്നുണ്ടെങ്കിലും ഗോവിന്ദ് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഗീതു വിഷമിച്ചിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്നെക്കാളും പ്രിയപ്പെട്ടവളാണോ അവൾ? എന്നിങ്ങനെ പെരുവഴിയിൽ ഇറക്കിയിട്ട് അല്ലെങ്കിൽ പോവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുവാണ് കേട്ടോ ഗീതു. എൻ്റെ സ്നേഹം വെറുതെ ആയിപ്പോയോ? എന്നെ ഇവിടെ ഒട്ടിച്ച് നിർത്തിയിട്ട് കണ്ണേട്ടനെ അവക്കടെ കൂടെ സുഖയാത്ര നടത്തണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ എടുക്കാട്ടോ ബാഗിൽ നിന്ന്. ഫോൺ എടുത്തിട്ട് എത്ര തവണ ഗോവിന്ദനെ വിളിച്ചിട്ടും ഗോവിന്ദ് ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ഗീത ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിഷമം സഹിക്കാനാവാതെ ഗീത ഇങ്ങനെ ഓരോന്ന് പെറുപിറുക്കണ്ടേ. എൻ്റെ കോളിന് എടുക്കില്ലായിരിക്കും, എൻ്റെ കോൾ എടുക്കുന്നതിന് അവൾ സമ്മതിക്കില്ലായിരിക്കും. ഞാൻ എൻ്റെ കണ്ണേട്ടനെ ആർക്കും വിട്ടു കൊടുക്കില്ല, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വെയിറ്റർ വന്നിട്ട് ഒരു ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, സാറിൻ്റെ ഫോൺ ആ ടേബിളിൽ ഇരുന്നിട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞ് ഗീതുവിൻ്റെ കൈ കൊടുക്കുകയാണ് കേട്ടോ. ഗീതു ഇപ്പോൾ ഫോൺ നോക്കി നിന്നിങ്ങനെ കരയുവാണേ. അവളെ കണ്ടപ്പോൾ കണ്ണേട്ടൻ മറ്റെല്ലാം മറന്നു. ഇങ്ങനെ പോയാൽ എന്നെയും എന്ന് പറഞ്ഞിട്ട് കരയുവാണ് കേട്ടോ. എന്നിട്ട് രഞ്ജു ഉമ്മ വെച്ചതും പൂ കൊടുത്തതും എല്ലാം ആലോചിച്ച് റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഗീതു. റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിജയലക്ഷ്മി ഗീതുവിനെ വിളിക്കുകയാണ് കേട്ടോ. കോൾ എടുത്ത പാടെ വിജയലക്ഷ്മി ഗീതുവിനോട് ചോദിക്കുകയാണ്, ഹലോ എന്താണ് മാഡം, ഒരു വിവരവുമില്ലല്ലോ, എന്താ നിൻ്റെ കളക്കണേന് സർപ്രൈസ് കൊടുത്തോ? അപ്പോൾ ഗീതു ദേഷ്യപ്പെട്ട് പറയാം കേട്ടോ, അങ്ങനെ ഇന്ന് എനിക്ക് സർപ്രൈസ് തന്നത്. ഗീതു നിൻ്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? ഭർത്താവ് റെസ്റ്റോറൻറ്റിൽ എന്നെ ഉപേക്ഷിച്ച് പോയാൽ ഞാൻ പിന്നെ സന്തോഷത്തോടെ തുള്ളിച്ചാട്ടണോ? ഗീതു നീയും ഗോവിന്ദും തമ്മിൽ വഴക്കിട്ടോ? എന്താ പ്രശ്നം? നീ ഇപ്പോൾ എവിടെയാ? അപ്പോൾ ഗീത ദേഷ്യത്തോടെ പറയാണ്, ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് നടക്കാം. എന്താ മനുഷ്യന് നടക്കാൻ പാടില്ലേ? പറയാണ്, വേണ്ട ഞാൻ മനഃപൂർവ്വം നടക്കുന്നത്, ഇനിയും നടക്കും. എൻ്റെ കാലിൽ നീര് വന്ന് ചോരി വരുന്നത് വരെ ഞാൻ നടക്കും. ജയലക്ഷ്മി ഇപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് പറ, എന്നോട് പറ. അമ്മയാണ് പറയുന്നത്, നീ എന്നോട് പറ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിജയലക്ഷ്മി. പക്ഷേ ഗീത കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ വന്നാലും ഞാൻ കാറിൽ കയറില്ല, ഉള്ളിലെ തീ അണയണ വരെ എനിക്ക് നടക്കണം. എന്നെ കൊല്ലാൻ ഇന്ന് രാധികമ്മ ആളെ വിട്ടിട്ടുണ്ടെങ്കിൽ അവർ വരട്ടെ, എന്നെ കൊന്നിട്ട് പോട്ടെ, എനിക്ക് ജീവിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. ഇന്ന് എന്നെ ഇല്ലാതാക്കാൻ അവർക്ക് എളുപ്പമാണ്, പാതി ചത്തിരിക്കുക ഞാൻ. അങ്ങനെ പറഞ്ഞ് ഗീതു ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് വിജയലക്ഷ്മി കാർ എടുത്തിട്ട് ഗീതുവിനെ അന്വേഷിച്ച് പുറപ്പെടുന്നതാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗീതുവിൻ്റെ അച്ഛൻ കുറേ ഗിഫ്റ്റുമായിട്ട് കിഷോറിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ വിലാസിന് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനാ ഇപ്പോൾ ഇവനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ ഗീതുവിൻ്റെ അച്ഛൻ പറയാണ്, ആരും സഹായിക്കാത്ത എന്നെ ഇവനാണ് സഹായിച്ചത്, ഇവനാണ് ഇപ്പോൾ എനിക്ക് വക്കീലിനെ അറേഞ്ച് ചെയ്ത് തന്നതെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഈ എപ്പിസോഡ് തീരുവാണ്.